ഹലോ ഗായ്സ്, ദിസ് ഈസ് ഉത്തോപ്യൻസ്. സോ നമ്മൾ ഇന്ന് മഹാരാഷ്ട്രയിലെ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ആക്ച്വലി നമ്മളൊരു മോർണിംഗ് 6 AM ഒക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് പൂനെന്ന്. പക്ഷേ നമ്മൾ ഈ സാധനം വണ്ടി നമ്മളെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൺ ദി വെയിലാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാണാം നമുക്ക്. ഗൈസ്, നമ്മളിപ്പോൾ തംഗ ഡാമിൻ്റെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ മേൽവശമാണ് ഗൈസ് ഇത്. നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു താഴ്ഭാഗത്തു നിന്നാണ് കയറി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കയറി വന്നിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. വെള്ളമൊക്കെ കലങ്ങി കിടക്കാണ്. നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ് കഴിച്ചത്. വളരെ ചെറുതാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഈ പോകുന്ന വഴിയാണെങ്കിലും അടിപൊളി വഴികൾ. അധികം ക്രൗഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല റോഡാണെങ്കിലും നല്ല റോഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മഹാരാഷ്ട്രയിലെ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ലവാസ സിറ്റിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല മഴ, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. കം ഓൺ. സോ ഇതാണ് സെക്കൻഡ് കോർട്ട് എന്ന് പറഞ്ഞ ഏരിയ. എല്ലാത്തിനും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരേ ബിൽഡിങ്ങിനും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ആദ്യം കണ്ട ഡാമിൻ്റെ മറ്റൊരു സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ഐഡിയ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ പോർട്ടോഫിനോ എന്ന് പറഞ്ഞ സിറ്റീനെ ഇൻസ്പയർ ആയിട്ടാണ് ഇവർ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 100 ഏക്കറിൽ കൂടുതൽ ഉള്ളൊരു ഏരിയയിലാണ് ഇത് മൊത്തം പണിതേക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഗൈസ്, ആ ഇറ്റലിയിലെ പോർട്ടോഫിനോ പറഞ്ഞ ആ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു സീഷോറിലാണ്. പക്ഷെ ഇവിടെ ഒരു ഡാം സൈഡായിട്ടാണ് അവർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻ കേസ് ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്റ്റുകളിൽ ഒന്നായി എന്നറിയപ്പെടുന്ന ഒരു സിറ്റി ആവേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുത്തെ കുറേ ഡേർട്ടി പൊളിറ്റിക്സ് കാരണം ഇതിപ്പോൾ ഒരു ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് മാത്രമാണ്. ഇവിടെ ഒരാൾ പോലും ഈ ഒരു സിറ്റികൾ, ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്നില്ല. ഇത്രത്തോളം ബിൽഡിങ്സ് ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് പണിതിരിക്കുകയാണ് കാര്യം. ഇത് മൊത്തം നമുക്ക് കാണേണ്ട സ്ഥലമാണ്. ഇൻ കേസ് ഈ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്റ്റുകൾ ഒന്നെന്നറിയപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു കഴിച്ചത്. പക്ഷേ ഇവിടുത്തെ കുറേ ഡേർട്ടി പൊളിറ്റിക്സ് കാരണം ഇത് ഇപ്പോഴും ഒരു ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ട്രീറ്റിനാണ് ഈ പോർട്ടോഫീനോ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇറ്റലിയിലെ പോർട്ടോഫീനോ എന്ന സിറ്റിനെ മാതൃകയാക്കി ഒരു പണിത ഒരു ഏരിയ ആണ്. സോ ഇത് ഏകദേശം അവർ സെയിം കളർ, ഈവൻ കളർ ടോൺ വരെ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്. സോ ഈ ലവാസയുടെ ഒരു ഹാർട്ട് പോർഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു പോർട്ടോഫീനോ സ്ട്രീറ്റ് ആണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കാണാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. സോ ഇവിടെ ഇപ്പൊ കറന്റ് ഇപ്പൊ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നുന്നത്. അതും മാക്സിമം ഈ റിസോർട്ട് കൈൻഡ് ഓഫ് പരിപാടികളാണ്. സോ അവിടെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും. സോ ഗൈസ്, ഈ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ്, നല്ല രസമുണ്ട്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്പോട്ട്. പക്ഷെ ഇത്രയും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് എങ്ങനെ ഒരു ഫെയിലിയർ ആയി എന്നുള്ള ഇപ്പോഴും ഒരു സുഖമില്ല അത് കേൾക്കുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളും പണിത് വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും അതിൻ്റെ ആ പോർട്ടോഫീനോ പറഞ്ഞ ആ സാധനത്തിന് എത്രത്തോളം കിടില രീതി അവർ ഒരു റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കളറിന്റെ കേസിൽ വരെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു കളർ കോഡ് കൊണ്ടുവരാനായിട്ട്. അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് ഫെയിലിയർ ആണ്, ഇല്ലെങ്കിൽ ഇന്നത് ഈ ഒരു അവസ്ഥ കിടക്കാന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് വന്നിട്ട് ഇൻ കേസ് ഇതൊരു അല്ലെങ്കിൽ ഇതൊരു കിടിലം പ്രൊജക്റ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഫേസ് ആയാണ് ഈ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ. സോ ആ പോർട്ടോഫീനോ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള ഈ ഒരു ചെറിയൊരു ഏരിയയിലോട്ട് ഇൻ കേസ് ഫുഡോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, ഇൻ കേസ് പെട്രോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ പെട്രോളുള്ള 100 കഴിച്ച് ഇന്ത്യയിലെ പെട്രോൾ ഏകദേശം തീരുമാനം വരുന്നത് പെട്രോൾ കിട്ടും. നമ്മുടെ ബാഹു സ്നാക്ക് സെന്ററിൽ പെട്രോളാണ് കഴിച്ച് ഇരിക്കുന്നത്. ഡീസലും പെട്രോളൊക്കെയാണ് ഇവിടെ സ്നാക്സിന് വരെ കൊടുക്കുന്നത്. അവിടെ ആരുമില്ല ഗൈസ്, നമ്മളതുകൊണ്ട് വേറൊരു കടയിലേക്ക് പോകുന്നത്. കൃപ ഹോട്ടൽ ഗൈസ്, കൃപ ഹോട്ടലിൽ ഈ വണ്ടിക്കുള്ള ഫുഡാണ് തോന്നുന്നു അവർ വിൽക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യം നടത്താൻ പറ്റിയിട്ടോ. നല്ല ഐശ്വര്യമുള്ളൊരു അമ്മച്ചിയാണ് നമ്മുടെ പോർട്ടിഫിനോ സിറ്റിയിലെ ഭാരത് പെട്രോളിയത്തിൽ എത്തിയിരിക്കുന്നത്. നല്ല പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നത്. 1 ലിറ്റർ പെട്രോളിന് 130 രൂപയാണ്. നമ്മൾ 1 ലിറ്റർ മേടിച്ച് വേറെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 200 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ. ഇൻഫോർമേഷൻ സെന്റർ ഓഫ് ലവാസ, അല്ല ലവാസ ഇൻഫോർമേഷൻ സെന്റർ. ഇതാണ് ലവാസ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. ഇതെന്തോ ഒരു സാധനം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ വരെ ഒരു ഇത്തിരി ടച്ചുണ്ട് ഗൈസ്. കാണാമല്ലോ. സോ ഗൈസ്, നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ മേളിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സാക്റ്റ് സാധനം കിട്ടുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ലവാസ ലേക്കും മുത്താർ റിവറും കൂടി ഡിവൈഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിന്റെ മേളാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലവാസ സിറ്റി അല്ലെങ്കിൽ പോർട്ടോഫീനോ സ്ട്രീറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു എക്സാക്റ്റ് ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വീടുകളുടെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഒരു മാക്സിമം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്.
നമ്മൾ തിരിച്ച് റിട്ടേൺ പോരുന്നതിൻ്റെ ഇടയ്ക്ക് അശ്വിൻ അധ്വാനിക്കാണ്. സിംഹവാലം പോലെ തോന്നുന്നു അല്ലേ?